അല്ല വേസ്റ്റ് ആവില്ലെന്ന് പറഞ്ഞാ ഇവനുണ്ടല്ലോ തിന്നീർക്കാനേ. നല്ലൊരു ദിവസം മേടിക്കില്ല. അണ്ണാ ഒരു കാര്യം ഞാൻ പറയാം, ചോർന്ന് കണ്ടമായ വലിച്ച് കയറ്റി നിങ്ങൾ ഷൂറുള്ളത് ഒരു വിളി വരും പോണം ഇവിടെ പണിയിടക്കല്ലേ. അച്ഛനെ ഈ സിനിമയിലെ ആരായിരുന്നു? എനിക്ക് നടന്മാരെല്ലാം അറിയാം, ഡയറക്ടർമാരെല്ലാം അറിയാം, എനിക്ക് നമുക്കറിയാം, മോഹൻലാലിനെ അറിയാം, പിന്നെ ദിലീപിനെ അറിയാം, എല്ലാവരും അറിയാം. എനിക്ക് അവരറിയാം, അവർക്ക് തന്നെ അറിയില്ല. കാരണം ഞാൻ അവരോട് അറിയിച്ചിട്ടില്ല. അതൊക്കെ കുറച്ച് കിട്ടി. പ്രോഗ്രാം കൊല്ലത്താ ലച്ചു. നിനക്ക് വേണ്ട ലച്ചു? എനിക്ക് വേണം, എനിക്ക് തൊണ്ടവേദനയാ. പിന്നെ ഇതിപ്പോ മേടിച്ചോണ്ട് വന്നത് എന്തിനാന്ന് എനിക്കറിയാം. സോപ്പിട്ട് 2000 രൂപ തട്ടിയെടുക്കാനല്ലേ? നടക്കില്ല മോനെ. അയ്യോ, ഇവള് 2000 രൂപ ആർക്ക് വേണം? ഒന്ന് പോടെയൊന്ന്. എടി, പൈസ ചക്രം വിളിക്കാൻ കാരണം എന്താ അറിയോ? അതിങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ചക്രം നാളെ എന്റെ വരും, മറ്റന്നാളെ അച്ഛൻ്റെ കയ്യിൽ പോകും. അതെപ്പോഴേക്കും സീരിയസ് ആയിട്ട് എടുക്കാം. കഴിയും. ഞാൻ പിന്നെ വിളിക്കാം. എന്താടേ ആർക്കൊക്കെ സംശയം? രാവിലെ കാർ ഷോറൂമിലാണോടാ സംസാരിച്ചോണ്ടിരുന്നത്? അതെ, പിന്നെ എന്തോന്ന് വിചാരിച്ചത്? അല്ല, അപ്പൊ ഭാര്യ അറിഞ്ഞ ബാക്കി വെച്ചേക്കൂലെന്നൊക്കെ പറഞ്ഞതോ? എന്ത് പ്രശ്നം വന്നാലും ഞാൻ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ നിങ്ങൾ കാർ ഷോറൂമിലാണോടാണോ പറഞ്ഞത്? നിനക്കെന്നെ സംശയം കുട്ടമ്പള നമ്മളെ. അല്ല, അപ്പൊ മഴയത്ത് വന്നപ്പോ കണ്ണെടുക്കാതെ നോക്കിയതാ അതാരെയാ? അച്ഛൻ ഈ കേസ് ഡീൽ ചെയ്യാൻ നോക്കണ്ട, നടക്കില്ല, വിട്ടേക്ക്. ഇത് അച്ഛൻ ഔട്ട് ഓഫ് കൺട്രോൾ ഏരിയ ആണ്, വിട്ടേക്ക്. കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ സമയം കിട്ടുമ്പോ വ്യക്തമായിട്ടൊന്ന് ബോധ്യപ്പെടുത്തണേ. ക്യാഷ് എവിടെ വരുമ്പോ പറയണം കേട്ടമ്മ. അധ്യാപകൻ അത്ര അധ്യാപകൻ വേറൊന്നുമല്ല, നിങ്ങളെ ഇളയ മോൻ കേശു ട്യൂഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് അവനെ അപമാനിച്ചു. അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ വിചാരിച്ച മുടിയെ നോക്കി വെച്ചിട്ട് വേണ്ട ക്യാഷ് അടിച്ചോണ്ട് പോയത്. എന്ന് ഈ വീട്ടിൽ അവന്റെ വരവ് നിൽക്കോ അന്ന് നമ്മൾ രക്ഷപ്പെടും. നശിച്ചവൻ വാക്കുകൾ സൂക്ഷിച്ചു പോയിക്കണേ. തറ വീഴുന്ന പൊട്ടി പോകും.